ഓം ശാന്തി. എല്ലാ ഇതിഹാസങ്ങളുടെയും ഇതിവൃത്തം അവയുടെ കേന്ദ്ര ബിന്ദുവായി കാണിക്കുന്നത് മിക്കവാറും സ്ത്രീകളെ തന്നെയായിരിക്കും. എല്ലാ പോസിറ്റീവ് നെഗറ്റീവ് ട്വിസ്റ്റിലും ഒരു കേന്ദ്ര കഥാപാത്രം ഏതെങ്കിലും ഒരു സ്ത്രീ കഥാപാത്രമായിരിക്കും. ഇപ്പോൾ രാമായണ മാസമാണ്. പഞ്ചനാരീരത്നങ്ങളിൽ 4 പേരെയും നമുക്ക് രാമായണത്തിൽ തന്നെ കാണാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ രാമായണം നമുക്ക് സ്ത്രീകൾക്ക് എത്ര വലിയ സന്ദേശമാണ് നൽകുന്നത്. നമ്മുടെ ജീവിതത്തെ രത്നസമാന മൂല്യമുള്ളതും പ്രകാശമുള്ളതും കറയറ്റതുമാക്കി മാറ്റാൻ രാമായണത്തിൻ്റെ സംഭാവന ആ 4 നാരീരത്നങ്ങളുടെ സാന്നിധ്യം കൊണ്ട് തന്നെ നമുക്ക് വ്യക്തമാണ്. സമയം കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് ആദ്യം 2 സൈഡും നമുക്ക് നോക്കണം, പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും. അപ്പോൾ ആരംഭം നമുക്ക് രാമായണത്തിലെ ചില നെഗറ്റീവ് സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടത് എന്തൊക്കെയാണ്, എന്ത് സന്ദേശമാണ് രാമായണം തരുന്നത്, എന്തൊക്കെ പോസിറ്റിവിറ്റിയിലേക്ക് നമുക്ക് പോകണം. കാരണം ഇതിഹാസങ്ങളുടെ ലക്ഷ്യം ഇതാണല്ലോ, മനുഷ്യന് നന്മയിലേക്കുള്ള പാത കാണിച്ചു കൊടുക്കുക, തിന്മകൾ കൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുക. അതിൽ നമുക്ക് ആദ്യം രാമായണം അയോധ്യയിൽ ആരംഭിക്കുകയാണല്ലോ. ഇത്രയും നല്ലൊരു രാജകൊട്ടാരം, അയോധ്യ യുദ്ധമില്ലാത്ത സ്ഥലമാണ്, സംഘർഷമില്ലാത്ത മനസ്സുകൾ, വളരെ സുഖശാന്തിയോടുകൂടി രാജാവും മക്കളും മരുമക്കളും അമ്മമാരും എല്ലാവരും സുഖമായിട്ട് ജീവിക്കുകയാണ്. രാജ്യത്തിലെ പ്രജകളുമെല്ലാം ക്ഷേമൈശ്വര്യങ്ങളോടെ. അതിൻ്റെ ഇടയിൽ മന്ദര എന്ന് പറയുന്ന ഒരു കഥാപാത്രം അല്ലേ, അവരുടെ ഒരു ഏഷണി സ്വഭാവം കൊണ്ട് എത്ര പെട്ടെന്നാണ് ആ കുടുംബാന്തരീക്ഷം ദുഃഖം നിറഞ്ഞതായിട്ട് മാറണേ. മന്ദരയുടെ ഏഷണി അല്ലേ, എത്ര പേർക്ക് ദുഃഖം കൊടുക്കണം, രാജാവ് ഉൾപ്പെടെ. രാജാവ് മരിക്കണു അല്ലേ, രാമൻ കാട്ടിലേക്ക് പോകുന്നു, അമ്മമാർക്കെല്ലാം ദുഃഖം, മുഴുവൻ നാടിന് ദുഃഖം. ഇപ്രകാരമുള്ള കഥാപാത്രങ്ങൾ നമ്മുടെയും സമൂഹത്തിലില്ലേ? ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ. നമ്മൾ പ്രത്യേകിച്ചും സ്ത്രീകൾ നോക്കേണ്ടത് മന്ദരയെ പോലെയുള്ള ഏഷ്യനി സ്വഭാവം എൻ്റെ ഉള്ളിലുണ്ടോ? സമാധാനമായിട്ട് ജീവിക്കുന്നവരുടെ മനസ്സിൽ കൊണ്ടുപോയിട്ട് നീലം കലക്കുന്ന സ്വഭാവം, അസ്വസ്ഥതയുണ്ടാക്കുന്ന വാക്കുകൾ പറയുക, അങ്ങനെ എന്തെങ്കിലും സ്വഭാവം നമ്മളിലുണ്ടെങ്കിൽ അതിലൂടെ എന്തെല്ലാം വ്യക്തികളിൽ നിന്ന് തുടങ്ങി മുഴുവൻ രാഷ്ട്രത്തിന് വരെ എന്തെല്ലാം നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ബോധവാന്മാരാകേണ്ടത്. ഒന്ന്, നമ്മൾ മന്ദരയാകാതിരിക്കുക. രണ്ടാമത്തത്, മന്ദരയെ പോലെ ആരെങ്കിലും ഏഷണിയുമായിട്ട് വരുമ്പോൾ അത് കൈകാര്യം ചെയ്ത രീതിയും ശരിയല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു പരിചാരിക എന്തെങ്കിലും പറയുമ്പോഴേക്ക് ചാടി വീഴേണ്ട ആവശ്യമില്ല. ഒരു രാജമാതാവ് വളരെ ബോധത്തോടു കൂടി പെരുമാറണം. നമുക്കും ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടാവും. നമ്മുടെ ഓരോരുത്തരുടെ റോൾ എന്താണ്? നമ്മുടെ ഓരോ വാക്കുകളും നമ്മുടെ ഓരോ പ്രവൃത്തികളും നമ്മുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും അല്ലെ സമൂഹത്തെയും അയൽക്കാരെയൊക്കെ എങ്ങനെയെല്ലാം ബാധിക്കും? ഈ കാര്യങ്ങൾ ത്രികാലദർശിയായി ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഏതൊരു കാര്യത്തിലും അഭിപ്രായം പറയാനും ഒരു ആക്ഷനിലേക്ക് വരാനും. ആരെങ്കിലും മന്ത്രികളിൽ നിന്ന് എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും നമ്മൾ എടുത്തു ചാടാനും പാടില്ല. ആ ഒരു സന്ദേശവും നമുക്ക് അല്ലേ രാമായണം നൽകുന്നുണ്ട്. പിന്നെ അടുത്ത കഥാപാത്രമാണ് ശൂർപ്പണഖ. അയോധ്യയിൽ നിന്ന് കാട്ടിലേക്ക് പോവുകയാണ് രാമായണ കഥ. കാട്ടിലും അവർ രാമനും സീതയും ലക്ഷ്മണനും സുഖമായിട്ട് ജീവിക്കുകയായിരുന്നു. ഇടയിൽ ചില അസുരന്മാരൊക്കെ വന്നാലും അവരെയൊക്കെ തോൽപ്പിച്ച് സമാധാനത്തോടെ അവർ ജീവിക്കുകയായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ എന്താ സംഭവിക്കണേ? ശൂർപ്പണഖ കടന്നു വരുന്നു അല്ലേ, ലക്ഷ്മണൻ്റെ അടുത്ത് അഭ്യർത്ഥന നടത്തുന്നു, പ്രേമാഭ്യർത്ഥന. ലക്ഷ്മണൻ രാമൻ്റെ അടുത്തേക്ക് വിടുന്നു. രാമൻ എൻ്റെ കൂടെ സീതയുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ സീത കാരണമാണ് രാമൻ എന്നെ സ്വീകരിക്കാത്തത്. അപ്പോൾ സീതയെ ഉപദ്രവിക്കാൻ ശ്രമിക്കണം ശൂർപ്പണഖ. സീതയെ ഉപദ്രവിക്കാൻ ശൂർപ്പണഖ ശ്രമിക്കുമ്പോൾ ലക്ഷ്മണൻ
ശൂർപ്പണഖയുടെ അംഗച്ഛേദം നടത്തിയിട്ട് വിടുകയാണ്. അതിൽ അസ്വസ്ഥയായിട്ടുള്ള ദേഷ്യം വന്ന് സങ്കടം വന്ന് ശൂർപ്പണഖ നേരെ രാവണൻ്റെ അടുത്ത് പോവാണ്. എന്നിട്ട് എന്താ പറയണേ? നീ ഭരിക്കുന്ന രാജ്യത്തിൽ നമുക്കിവിടെ സുഖമായിട്ട് കാട്ടിലിറങ്ങി നടക്കാൻ പോലും പറ്റുന്നില്ല. 2 രാജകുമാരന്മാരെവിടെയുണ്ട്, അവർ നമ്മളെ ഉപദ്രവിക്കുകയാണ്. പിന്നെന്താ പറയണേ? അവരെന്തിനാ ഉപദ്രവിച്ചതെന്ന് ചോദിക്കുമ്പോൾ എന്താ പറയണേ? അല്ല, അവരുടെ കൂടെ ഒരു സുന്ദരിയായ സ്ത്രീയുണ്ട്, സീതയുണ്ട്. ആ സീതയെ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കാൻ പോയതാ, അതിനാണ് അവരെന്നെ ഉപദ്രവിച്ചത്. ഇപ്രകാരം പറയുന്നതും അസത്യം, ചെയ്തതൊന്ന്. ശൂർപ്പണഖ എന്താ ചെയ്തത്? ഒന്ന്, പുരുഷനെ വശീകരിക്കാൻ, പുരുഷന്മാരെ വശീകരിക്കാനുള്ള ശ്രമം, മോഹത്തിൽ അല്ലേ, മോഹവലയത്തിൽ കുടുക്കാൻ ശ്രമിക്കുക. വിവാഹിതനാണ്, കൂടെ പത്നിയുണ്ട്, എന്നിട്ടും പരപുരുഷനിൽ മോഹം വരിക. മറ്റൊരു സ്ത്രീയുടെ ഭർത്താവാണ്, എന്നിട്ടും മോഹം വരിക ആ പുരുഷനോട്. ഇതെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ഇടയിൽ സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങൾ തന്നെയല്ലേ? പരസ്ത്രീയാകട്ടെ പരപുരുഷനാകട്ടെ, ഇപ്രകാരം നമ്മൾ ആകർഷിതരാകുകയും ആകർഷിക്കുകയും വശീകരിക്കാനുള്ള ശ്രമത്തിൽ എത്ര പേരുടെ ജീവിതങ്ങളാണ് പൊലിയുന്നത്, എത്ര ആത്മഹത്യകൾ, എത്ര കൊലപാതകങ്ങൾ, എത്ര കുടുംബ കലഹങ്ങൾ അല്ലേ? എന്നിട്ടോ ചെയ്തത് ഒന്നായിരിക്കും, പക്ഷേ അതാരോടും പറയില്ല, സത്യം പറയൂല്ല, പറയുന്നത് വേറൊന്നായിരിക്കും. പൊതുവെ പറയില്ല, ഇതൊരു സ്ത്രൈണ സംസ്കാരമാണ് കൂടുതലും. ഇപ്രകാരമുള്ള സ്വഭാവങ്ങൾ, വൈകല്യങ്ങൾ, ഇതിനെ സ്വഭാവ വൈകല്യം എന്നേ പറയാൻ പറ്റുള്ളൂ. ഈ വൈകല്യങ്ങൾ നിമിത്തം കുടുംബങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അല്ലേ കഷ്ടങ്ങളും നഷ്ടങ്ങളും ദുരിതങ്ങളും, എത്ര ദുരിതങ്ങളാണ്, എത്ര കണ്ണീരാണ് ഒഴുക്കിക്കൊണ്ടിരിക്കണം. സ്ത്രീകൾ നിമിത്തം തന്നെ മറ്റു സ്ത്രീകൾക്ക് കണ്ണീരൊഴുക്കേണ്ടി വരികയാണ് അല്ലേ? അപ്പം അതുകൊണ്ട് നമുക്ക് രാമായണത്തിലൂടെ ഇതും ഒരു ലക്ഷ്യം, നമ്മളൊരിക്കലും ഒരു ശൂർപ്പണയാകുകയോ അല്ലേ, മറ്റ് ശൂർപ്പണകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ പ്രകോപനത്തിൽ പെട്ടിട്ട് നമ്മൾ അസ്വസ്ഥരാകാനും ഇളകാനും പാടില്ല. ശൂർപ്പണഖയുടെ ഒരു കുഴപ്പം അതും കൂടിയായിരുന്നല്ലോ അല്ലേ, കുപിതരാക്കുക, പ്രകോപിപ്പിക്കുക ആണുങ്ങളെ. ഇത് പ്രത്യേകിച്ച് നമ്മൾ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ, ഒരമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നമ്മളെല്ലാവരും ഒരു ലക്ഷ്യം വെക്കണം. നമ്മുടെ വെറുതെയുള്ള പെറുപെറുപ്പിൻ്റെ സ്വഭാവം പൊതുവെ പറയില്ലേ, നമ്മൾ സ്ത്രീകളാകുമ്പോൾ ഇത്തിരി പെറുപെറുപ്പ് ജാസ്തിയാണ്. നമുക്ക് പെട്ടെന്ന് അല്ലേ ചില കാര്യങ്ങൾ കാണുമ്പോൾ ആകർഷണം ഉണ്ടാവും, വസ്തുവിനോടോ വ്യക്തിയോടോ സാധനങ്ങളോടോ സാമഗ്രികളോടോ. ആ ആകർഷണ സ്വഭാവം ഉണ്ടാക്കുന്ന ആസക്തി കാരണം അല്ലെ പലതരത്തിലുള്ള അബദ്ധങ്ങളിലും പോയി ചാടും, തെറ്റുകളിലും ചാടും. അതുകൊണ്ട് നമുക്ക് ഈ ലക്ഷ്യവും വയ്ക്കാം. നമ്മൾ വീട്ടിലുള്ള പുരുഷന്മാരാകട്ടെ അല്ലെ നമ്മൾ ജോലി സ്ഥലത്ത് ചെല്ലുമ്പോഴാകട്ടെ അല്ലേ, ഒരു വശീകരണ സംസ്കാരം നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ, ചില പെൺകുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും നടക്കുന്നത് പോലും കണ്ടിട്ടില്ലേ, പെരുമാറുന്നത് മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലാണ്. അത് ആകർഷിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണം, പെരുമാറ്റം, ഇതിൽ തന്നെ നമ്മൾ ശ്രദ്ധ വെച്ചാൽ തന്നെ വളരെയധികം പരിവർത്തനം നമുക്കിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ നമുക്ക് കഴിയും. അതേപോലെ വീട്ടിലുള്ള പുരുഷന്മാരാര് തന്നെയാണെങ്കിലും അവരെ അസ്വസ്ഥരാക്കുകയോ പ്രകോപിപ്പിക്കുകയോ ദേഷ്യം പിടിപ്പിക്കുകയോ ചെയ്യുന്ന തരത്തിൽ നമ്മൾ സംസാരിക്കാതിരിക്കുന്നതും അല്ലേ വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാലഘട്ടമാണ്. ഒരു സമാധാനപരമായ കുടുംബാന്തരീക്ഷം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ. ഇനി നമുക്ക് രാമായണത്തിലെ പോസിറ്റീവ് സൈഡിലേക്കും പോകാം. നാരീരത്നങ്ങൾ നൽകുന്ന സന്ദേശം. സീത നോക്കൂ, രാമന് വനവാസം വിധിച്ചു, പക്ഷേ സീതയ്ക്ക് പോകേണ്ടതില്ല. എങ്കിലും സീത അല്ലെ സർവം ത്യാഗിയായിട്ട് ആഭരണങ്ങളും വസ്ത്രങ്ങളും എല്ലാം മാറ്റിയിട്ട് മരവുരുടുത്ത് രാമനോടൊപ്പം പോവുകയാണ്. അതിലൂടെ നമുക്ക് രാമനും വേണ്ടാന്ന് പറയുന്നുണ്ട്. പക്ഷേ സീത അല്ലേ പറയാണ്, എനിക്ക് കാട്ടിൽ രാമൻ കൂടെ ഉണ്ടെങ്കിൽ കാട് അയോധ്യയാണ്, രാമനില്ലെങ്കിൽ അയോധ്യ കാടാണ്. അതിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശം എന്താണ്? അല്ല, ഒരു കുടുംബ ജീവിതത്തിൽ പതി പത്നി ബന്ധം നമ്മൾ ഏത് ഫാമിലിയിലാണെങ്കിലും മനസ്സിലാക്കേണ്ടത്, ചിലപ്പോൾ ജീവിതത്തിലൊരു കയറ്റം ഉണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലും ഒരു
ഇറക്കമുണ്ടാവും. കയറ്റത്തിലും ഇറക്കത്തിലും നമ്മൾ പതി പത്നി ബന്ധത്തിൽ ജീവിത സാഹചര്യം മാത്രമാണ് കയറ്റിറക്കം. പക്ഷേ അതിൻ്റെ പേരിൽ നമ്മുടെ ബന്ധങ്ങളിൽ കയറ്റിറക്കം ഉണ്ടാകരുത്. ഹാഫ് പാർട്ട്ണർ എന്നല്ലേ പറയുക, ജീവിത പങ്കാളി. അപ്പോൾ ജീവിതത്തിൽ നമ്മുടെ കൂടെ നമ്മുടെ പതിക്ക് ഒരു കഷ്ടമോ നഷ്ടമോ സാമ്പത്തിക നഷ്ടമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇറക്കത്തിലൂടെ പോകുമ്പോഴും നമ്മൾ അവർക്ക് സപ്പോർട്ടായിട്ടുണ്ടെങ്കിൽ ആ ഇറക്കത്തിൽ നിന്ന് അവർക്ക് കരകയറാൻ വളരെ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ അവർ എല്ലാം കൊണ്ടുവന്നിരുന്നപ്പോൾ നല്ലവരായിരുന്നു, പക്ഷേ എന്തെങ്കിലും ഇത്തിരി വരുമാനമൊന്ന് കുറഞ്ഞു അല്ലേ, അങ്ങനെ കാണുമ്പോഴേക്കും നമുക്ക് അവരോടുള്ള സ്നേഹമോ ഇഷ്ടമോ കുറയരുത്. അപ്പോൾ കൂടുതൽ സപ്പോർട്ടാണ് നമ്മളിൽ നിന്ന് നമ്മൾ കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ സീത രാവണൻ കൊണ്ടുപോയതിന് ശേഷം നമുക്കറിയാം പല തവണ രാവണൻ സീതയെ വശീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ സീതയുടെ അനുവാദം ഇല്ലാതെ സീതയെ തൊടാൻ പോലും പറ്റില്ല. അത്ര പാതിവൃത്യത്തിൻ്റെ ശക്തിയുണ്ട്. അവസാനം രാവണൻ പല മായാവി കളികളും കളിക്കും സീതയെ സ്വന്തമാക്കാൻ. രാമനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് തല വരെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കും. പക്ഷേ സീത ഇത്രയധികം രാമൻ്റെ മേലെ നിശ്ചയം ഉണ്ടായിരുന്നു, ഇല്ല, എൻ്റെ രാമനൊന്നും സംഭവിച്ചിട്ടില്ല, രാമൻ വരും, രാവണനെ തോൽപ്പിക്കുക, എന്നെ കൊണ്ടുപോകും, ഉറച്ച നിശ്ചയമായിരുന്നു. മറ്റൊന്ന്, ആ സമയത്ത് രാവണൻ്റെ അടുത്ത് സീത ഒരു പുൽക്കൊടി എടുത്ത് വെച്ചിട്ട് എന്താ പറയണേ, ഈ പുൽക്കൊടി മതി എനിക്ക് നിന്നെ ഇല്ലാണ്ടാക്കാൻ. അത്രയധികം തൻ്റെ പാതിവൃത്യത്തിൻ്റെ ശക്തി സീതയിലുണ്ട്. ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. നമുക്ക് പരസ്പരമുള്ള വിശ്വാസം, ജീവിതത്തിൽ ഏതൊരു ഘട്ടം വരുമ്പോഴും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പതിക്ക് പത്നിയുടെ മേലെയുള്ള വിശ്വാസവും പത്നിക്ക് പതിയുടെ മേലുള്ള വിശ്വാസവും പോകരുത്. സംശയം വന്നാൽ കഴിഞ്ഞു. അതുകൊണ്ട് ഏത് ഘട്ടത്തിലും ബുദ്ധിപൂർവ്വം വേണം തീരുമാനം എടുക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമ്മൾ ഊഹാപോഹങ്ങളിൽ കുടുങ്ങി നമ്മളൊരു തീരുമാനം എടുക്കരുത്. രണ്ടാമത്തത്, നമ്മുടെ പാതിവൃത്യത്തിൻ്റെ ശക്തി, പവിത്രതയുടെ ശക്തി. നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സത്യതയുണ്ടോ ശുദ്ധിയുണ്ടോ, സീത എന്താ കാണിച്ചു തരുന്നത്? ആ പാതിവൃത്യം, പ്യൂരിറ്റിയുടെ പവർ, സത്യതയുടെ ശുദ്ധിയുടെ ബലം. വലിയ രാവണനെ പോലെയുള്ള വിപത്തുകൾ നമ്മുടെ മുന്നിൽ വന്നാലും നമുക്ക് രക്ഷപ്പെട്ട് മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കും. ആ പാതിവൃത്യത്തിൻ്റെ ശക്തിക്ക് മുന്നിൽ രാവണൻ പോലും ഭയന്നു എന്നാണ് പറയുക. അപ്പോൾ ജീവിതയാത്രയിലും പ്രത്യേകിച്ച് ഇന്നത്തെ കലിയുഗ കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് അല്ലെ, പലതരത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മുടെ ഏറ്റവും വലിയ സ്വത്തെന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ പവിത്രതയാണ്. പറയാറുണ്ടല്ലോ, ഭൂമി പിളർന്നാലും ധർമ്മം കൈവിടരുതെന്നാണ് പറയണം. ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മുടെ ഉള്ളിൽ സത്യതയുടെ ബലം ഉണ്ടെങ്കിൽ, പരിശുദ്ധിയുടെ ബലം ഉണ്ടെങ്കിൽ, കറയില്ലാത്തൊരു വ്യക്തിത്വമാണ് നമ്മുടേതെങ്കിൽ, ആ കറയറ്റ വ്യക്തിത്വം നമുക്ക് ചുറ്റും ഒരു വലിയ ഓറയായിട്ട്, ഒരു വലിയ പവറായിട്ട്, വലിയൊരു കോട്ടയായിട്ട്, ആ പ്യൂരിറ്റിയുടെ കോട്ടയ്ക്കുള്ളിൽ നമ്മൾ ഏത് നെഗറ്റിവിറ്റിക്ക് മുന്നിലും സുരക്ഷിതരായിരിക്കും എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ട വസ്തുത. അങ്ങനെ ജീവിതത്തിൽ ആ പ്യൂരിറ്റിയുടെ ബലം കൊണ്ട് രക്ഷപ്പെട്ട അനേക സംഭവങ്ങൾ പലരും അവരവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കാറുമുണ്ട്. അതുകൊണ്ട് നമ്മളും ആ ലക്ഷ്യം വയ്ക്കണം. പിന്നെയോ സീതയെ കൂടാതെ നമുക്കറിയാം, രാമായണത്തിൽ മണ്ഡോദരി പഞ്ചനാരീരത്നങ്ങളിലൊന്നാണല്ലോ. രാവണൻ്റെ ഭാര്യയാകേണ്ടി വന്നു. പക്ഷേ രാവണൻ്റെ സ്വഭാവം നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാ മോശ സ്വഭാവങ്ങളും ഉണ്ട്. പക്ഷേ മണ്ഡോദരിയെ സംബന്ധിച്ചിടത്തോളം രാവണൻ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും വളരെ സ്നേഹത്തോടെ തിരുത്തി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. രാവണൻ ഒന്നും കേൾക്കില്ല, തിരുത്തില്ല. എന്നാലും ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും ക്ഷമയോടെ തിരുത്തി കൊടുക്കുക. എന്നാൽ രാവണനെ കുറ്റപ്പെടുത്തൂല്ല. ജ്ഞാനയുക്തമായിട്ടാണ് എപ്പോഴും മണ്ഡോദരി ബോധവാനാക്കാനാണ് ശ്രമിക്കണം. രാവണൻ ബോധവാനാകുന്നില്ല എന്ന് വേറൊരു കാര്യം. പക്ഷെ അവസാനം മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് രാവണൻ റിയലൈസ് ചെയ്യുന്നുണ്ട്, എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എൻ്റെ മണ്ഡോദരി എനിക്ക് അപ്പോഴപ്പോൾ കറക്ഷൻ തന്നിരുന്നു. പക്ഷേ ഞാൻ ആ വാക്കുകൾക്ക് വില കൊടുത്തില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഈ ഗതി വന്നത്.
ആ പശ്ചാത്താപത്തോടെയാണ് മരിക്കുന്നത്. രാവണൻ മാറിയില്ല ഉപദേശങ്ങൾ കൊണ്ട്. രാവണൻ അല്ലേ സർവനാശത്തിലേക്ക് പോയി. പക്ഷേ മണ്ഡോദരിയെ ചരിത്രം അറിയപ്പെടുന്നത്, ചരിത്രം വാഴ്ത്തിയത് ഏത് പേരിലാണ്? അല്ലേ, ചരിത്രം മണ്ഡോദരിയെ പഞ്ചനാരി രത്നങ്ങളിൽ ഒരാളാക്കി മാറ്റി. എന്താ കാരണം? അല്ലേ, കാരണം മണ്ഡോദരിയുടെ ജ്ഞാനയുക്തമായ രീതി. ഇത്രയും മോശ സ്വഭാവമുള്ള ഒരു ഭർത്താവ് പലപ്പോഴും പല കുടുംബങ്ങളിലും നമുക്ക് അല്ലേ, ചിലപ്പോൾ അച്ഛൻ അല്ലെങ്കിൽ മകൻ അല്ലെങ്കിൽ ഭർത്താവ് പലതരത്തിലുള്ള മോശ സ്വഭാവങ്ങൾ ഉള്ള ആൾക്കാരോടൊപ്പം നമുക്കും ജീവിക്കേണ്ടി വരും. അയ്യോ എനിക്കിങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ ഭർത്താവ് ഇങ്ങനെ ആയല്ലോ, അച്ഛനിങ്ങനെ ആയല്ലോ, മോനിങ്ങനെ ആയല്ലോ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നില്ല മണ്ഡോദരി. മണ്ഡോദരി ജ്ഞാനം ആർജിച്ചു. അതാണ് ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ ബലം. അതാണ് ഈ രാമായണ മാസം നമുക്ക് നൽകുന്ന സന്ദേശം. ഇത് പുരുഷോത്തമ മാസമാണ്. അതായത് നമുക്ക് ഒരു ഉത്തമ പുരുഷനായി ജീവിക്കണമെങ്കിൽ, സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ, എൻ്റെ കൂടെയുള്ളവരെല്ലാവരും ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞ് ഇരുട്ടിൽ ജീവിച്ചില്ല മണ്ഡോദരി. മണ്ഡോദരി ജ്ഞാനത്തിൽ നിന്ന് കിട്ടിയ വെളിച്ചത്താൽ സ്വയം സമാധാനത്തിൽ പോയി. കൂടെയുള്ള ആളെ തിരുത്താനുള്ള പരിശ്രമം സ്നേഹത്തോടു കൂടി അവസാനം വരെ ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് മണ്ഡോദരിയുടെ ജീവിതത്തിൽ മുഴുവൻ മണ്ഡോദരി സമാധാനമായിട്ടും ജീവിച്ചു. കൂട്ടത്തിൽ ചെയ്യേണ്ട തൻ്റെ കടമ, ഭർത്താവിനെ തിരുത്തുക, വഴി കാണിച്ചു കൊടുക്കുക, ആ വെളിച്ചം കൊടുക്കുന്ന ജോലിയും കൃത്യമായിട്ട് ചെയ്തു. തൻ്റെ കർത്തവ്യം 100% ചെയ്തു. അത് ഏറ്റവും ജ്ഞാനയുക്തമായിട്ടും ചെയ്തു. ഇനി അടുത്തത് അഹല്യയെ നമുക്ക് കാണാം. ബ്രഹ്മാവ് ജന്മം കൊടുത്ത ഏറ്റവും സുന്ദരിയായ പെൺകുട്ടി ചില സാഹചര്യങ്ങളിൽ തൻ്റേതല്ലാത്ത ചില കാരണങ്ങളാൽ ശാപം കിട്ടി കല്ലായി മാറിയത് നമുക്കറിയാം അല്ലേ. അപ്പം അഹല്യ ശാപമോക്ഷത്തിന് കാത്തുകിടക്കുകയാണ്. രാമപാദസ്പർശത്താൽ ശാപമോക്ഷം കിട്ടുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെയും ജീവിതത്തിൽ നോക്കിയാൽ ചിലപ്പോൾ നമ്മുടേതല്ലാത്ത ചില കാരണങ്ങളാൽ നമുക്കെല്ലാവർക്കും, അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, നമ്മളിൽ പലർക്കും ജീവിതത്തിൽ ഇതുപോലെ കല്ല് പോലെ ആയിത്തീരേണ്ട ചില അവസരങ്ങൾ, ജീവിതത്തിൽ ചില ശാപങ്ങൾ, കഷ്ടങ്ങൾ, ദുരിതങ്ങളിലൂടെ നമ്മുടെയും ജീവിതം കടന്നു പോകുന്നുണ്ടാവും. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ശാപമോക്ഷം ഉണ്ടാകണമെങ്കിൽ, ദുരിതങ്ങളിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നും നമുക്ക് വെളിച്ചത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? രാമപാദസ്പർശം മീൻസ് രാമപാതയിലൂടെ നമ്മൾ സഞ്ചരിക്കണം. എന്നാലേ നമുക്ക് പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് രാമായണ, രാവ് മാറണം, രാവ് മായണം, ഇരുട്ട് നീങ്ങണം. ഇരുട്ട് നീങ്ങാൻ എന്ത് വേണം? വെളിച്ചം വേണം. രാമപാദ നമുക്ക് വെളിച്ചം നൽകുന്നതാണ്. അതുകൊണ്ട് ഈ മാസത്തെ, ഈ വർഷത്തെ രാമായണ മാസം നമ്മൾ ആചരിക്കുമ്പോൾ എല്ലാവരും ഈ ലക്ഷ്യം നമുക്കെല്ലാവർക്കും വയ്ക്കാം. ശരിക്കും രാമായണത്തിലെ 4 രത്നങ്ങൾക്ക് സമാനമായ അല്ലേ സ്ത്രീ കഥാപാത്രങ്ങൾ നമുക്ക് നൽകുന്ന വിശേഷ ജീവിത സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും അല്ലേ നമുക്കൊരു വിളക്കായി മാറാം, നമുക്ക് സ്വയം പ്രകാശമുള്ളവരായി മാറാം. സാധാരണ പറയാറുണ്ടല്ലോ, സ്ത്രീ പറഞ്ഞ ഒരു കുടുംബത്തിലെ വിളക്കെന്നാണ് പറയണത്, വെളിച്ചമെന്നാണ് പറയണത്, വെളിച്ചമുള്ള വിളക്ക്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഉള്ളിലും വെളിച്ചം വരണം, ഇരുട്ട് നീങ്ങണം. നമ്മൾ നിമിത്തം നമ്മുടെ കുടുംബത്തിൽ, കാരണം നമുക്കൊരാൾക്ക് അനേകർക്ക് വെളിച്ചം കൊടുക്കാൻ പറ്റും. പൊതുവെ പറയില്ലേ, പുരുഷനെ ഒരാളെ എഡ്യൂക്കേറ്റ് ചെയ്ത ഒരാൾക്ക് എഡ്യൂക്കേഷനുള്ളൂ, ഒരു സ്ത്രീയെ എഡ്യൂക്കേറ്റ് ചെയ്ത ഒരു മുഴുവൻ കുടുംബത്തിന് എഡ്യൂക്കേഷൻ ലഭിച്ചതുപോലെ എന്നാണ് പറയുക. അപ്പം അതുകൊണ്ട് നമുക്കൊരാൾക്ക് വെളിച്ചം കിട്ടിയാൽ നമ്മളിലൂടെ നമ്മുടെ കുടുംബത്തിനും അനേക കുടുംബങ്ങൾക്കും വെളിച്ചം കൊടുക്കാൻ ഓരോ സ്ത്രീകളും വിചാരിച്ചാൽ നടക്കും. അതുകൊണ്ട് ഈ പ്രാവശ്യം നമുക്ക് രാമായണ മാസം അർത്ഥവത്തായിട്ട് ഇരുട്ട് നീങ്ങി വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കുന്ന പുരുഷോത്തമ മാസമായി തീരട്ടെ. ഓം ശാന്തി.